എഗെയിൻ എലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ന്യൂസും പിന്നെ കുറച്ച് റീൽസും അതിലെൻ്റെ ഒരു റിയാക്ഷൻ ഒപ്പീനിയനും. ദാറ്റ്സ് ഇറ്റ്. യൂട്യൂബർ ചെകുത്താൻ തിരുവല്ലയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി. ചെകുത്താൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു. ഞാൻ പല കോണ്ടൻറ്റുകളിലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് പണ്ടൊക്കെ. ഈ ചെകുത്താൻ അതേപോലെ മറുനാടൻ മലയാളി ഇവരുടെയൊക്കെ ഒരു എസൻസ് കണ്ടിട്ടാണ് ഞാനും ഇങ്ങനത്തെ ഈ റിയാക്ഷൻ സെഗ്മെൻറ്റിലേക്ക് ഓക്കെ ഇത് കൊള്ളാം, നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാം എന്നുള്ളൊരു ആ ഒരു സാധനം കിട്ടിയത്. പിന്നെ ലേറ്റർ ഓൺ ഓക്കെ മറുനാടൻ മലയാളി ഒരു സ്കീം പിടിച്ച് അങ്ങനെ കുറച്ചങ്ങോട്ട് പടർന്ന് പന്തലിച്ചു. ചെകുത്താൻ്റെ കേസിലേക്ക് വരുമ്പോൾ ചെകുത്താൻ ഭയങ്കരമായിട്ട് ട്രാക്ക് തെറ്റിപ്പോയി. ആദ്യമൊക്കെ ചെകുത്താൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ ഇന്ന് ചെകുത്താനെ തെറി വിളിക്കാനാണ് ഒരുപാട് പേരുള്ളത്. വൈ? ബിക്കോസ് കോണ്ടൻറ്റ് റീച്ച്, അതിനുവേണ്ടി എന്തും അല്ലെങ്കിൽ എപ്പോഴും ഒരു ഓപ്പോസിറ്റ് സൈഡ് പറയും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സാധനത്തിലേക്ക് ഈ ചങ്ങാതി മാറിപ്പോയി. ഓക്കെ, വാണ്ടഡ്ലി ഹെയ്റ്റ് വേണം എന്നുള്ള രീതിക്ക് അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് മാറിയപ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നും ആൾക്കാർ എടുക്കാതെയായി. ചങ്ങാതിൻ്റെ കയ്യിൽ അത്യാവശ്യം ഐറ്റം ഉണ്ട്. ഇപ്പോൾ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ, കോൺസെപ്റ്റ് ഈസ് ഗുഡ്, തോട്ട് ഈസ് ഗുഡ്, പക്ഷെ എക്സിക്യൂഷൻ എങ്ങനെയാണെന്നുള്ളതൊന്നും ഇപ്പോൾ ചെകുത്താനായതുകൊണ്ട് ആർക്കും ക്രെഡിബിലിറ്റി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഇയാളുടെ സംസാര രീതികളും ഇയാളെ ചെയ്തികളും മാറിയതോട് കൂടിയിട്ട് ക്രെഡിബിലിറ്റി പോയി. പക്ഷേ ഇയാളെ കയ്യിലുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. ചില സാധനങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഓ പറയുന്നതിൽ കാര്യമുണ്ടല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും ഉണ്ട്. എന്താണെങ്കിലും എന്താണ് ഇയാൾ ഈ ഇലക്ഷന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ളത് നോക്കാം. മത്സരിക്കാൻ ഇറങ്ങിയ അതെ, മത്സരിക്കാൻ തീരുമാനിച്ചു. അതായത് ഒരു ട്രാൻസ്പെറൻറ്റ് ഗവൺമെൻറ് സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്ര ചെയ്യുക. അപ്പം നമ്മൾ ട്രാൻസ്പെറൻസി ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പബ്ലിക്കിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരുടെ ഓഡിറ്റിന് വിധേയമാകുന്ന ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ അപ്പോൾ അതായത് സമയമില്ല, ആ സമയത്ത് തന്നെ ഓഡിറ്റ് ചെയ്യപ്പെടും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ സൊല്യൂഷനും ഈ ആളുകളൊക്കെ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. നമ്മളൊരു സമൂഹം ഒന്നിച്ച് നിന്നുകൊണ്ട് ഒരു എന്താ പറയുക, ഏതൊരു കാര്യത്തെ അങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തി പോയാൽ ഏറ്റവും പെർഫെക്റ്റ് എന്ന് പറയുന്നൊരു സിസ്റ്റം ആയിരിക്കും നമ്മളേത്. അത്രയും സിമ്പിളാണ് കൺസെപ്റ്റ്. അതിനകത്തിപ്പോൾ എൻ്റെ തല വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, ഈ സിസ്റ്റം ഓടിയാൽ മതി. അല്ലാതെ എനിക്കവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുമില്ല. കാരണം അവിടെയാണ് ഈക്വാളിറ്റിയും അല്ലെങ്കിൽ ഈ ജനാധിപത്യമൊക്കെ ഉള്ളത്. ട്രാൻസ്പെറൻസിയിലാണ് പൂർണ്ണമായും ജനാധിപത്യം പോസിബിൾ ആകുന്നതെന്ന് എനിക്കൊരു ധാരണ. അപ്പോൾ അതിനുവേണ്ടി ഞാനങ്ങ് ശ്രമിക്കുക. അങ്ങനെ ഒരു ധാരണ നമുക്ക് അങ്ങനെ ഒരു ഐഡിയ തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യാതിരിക്കുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ച് അതൊരു അനീതിയായിട്ടൊക്കെ തോന്നുന്നുണ്ട്. സിസ്റ്റത്തിന് എതിരായിട്ടുള്ള പോരാട്ടമല്ല, അങ്ങനെ ഒരു പോരാട്ടമൊന്നുമില്ല. നല്ലൊരു സിസ്റ്റം വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. മനസ്സിലായി? അത് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിന് ആ പങ്കാളിത്തം എന്ന് പറയുമ്പോൾ നമ്മൾ വിവരാവശ്യത്തിന് പോയി ഓരോ പേപ്പർ കൊടുത്തൊന്നും എടുക്കേണ്ട കാര്യമില്ല. വീട്ടിൽ നിന്ന് നിൽക്കുമ്പം കണ്ടേക്കണം. എല്ലാം ഇങ്ങോട്ട് സർവീസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഒരിക്കലും അങ്ങോട്ട് പോകുന്നില്ല ആരും. പ്രചരണ രീതിയൊക്കെ എങ്ങനെയാണ്? പ്രചരണ രീതി എന്ന് പറഞ്ഞാൽ എനിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ പ്രചരണത്തിന്. പിന്നെ ഇപ്പോൾ റോഡിലൂടെ ഒരു ജീപ്പേ വല്ലതും ഒന്ന് ഇത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് പോവും. എന്നിട്ട് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലേക്ക് അവർ ഈ തിരുവല്ല എന്നുള്ള പ്രദേശത്തുള്ളവരോടെല്ലാം പറയും, എല്ലാ ദിവസവും 7 മണി തൊട്ട് ഒരു 7 അല്ലെങ്കിൽ 8 മണി തൊട്ട് എത്ര മണി വരെയാണോ ഉറങ്ങുന്ന വരെ ലൈവായിരിക്കും. പിന്നെ ഫണ്ട് അധികം അങ്ങനെ എനിക്ക് ഇലക്ഷന് വേണ്ടിയിട്ടൊരു പൈസ ചിലവാക്കാനൊന്നുള്ള താല്പര്യമില്ല. ബേസിക്കലി ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞ സംഗതി സിസ്റ്റത്തിനകത്ത് കൊണ്ടുവരണം എന്നുള്ളൊരു തോട്ടാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഡെവലപ്മെൻറ്റ്, സുതാര്യമായിരിക്കണം കാര്യങ്ങൾ എന്നുള്ളൊരു തോട്ട്. ഇറ്റ്സ് ഗുഡ്. പക്ഷെ എന്താ അറിയോ, ഒറ്റയ്ക്ക് സ്വതന്ത്രനായി നിന്നുകൊണ്ട് അങ്ങനൊരു കോൺസെപ്റ്റ് ഫൈനലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നില്ല. ഇവിടെ സുതാര്യത വരേണ്ടത് രാഷ്ട്രീയക്കാർക്ക് സുതാര്യത വേണം, ട്രാൻസ്പെറൻസി ഡെഫിനറ്റ്ലി ഒരു പൊളിറ്റീഷ്യൻ്റെ ലൈഫിൽ വേണം, അയാൾ ചെയ്യുന്ന കാര്യങ്ങളിലൊരു ഓഡിറ്റ് വേണം, അതിൽ ട്രാൻസ്പെറൻസി വേണമെന്ന് നിർബന്ധമാണ്. പക്ഷേ ഇവിടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഗവൺമെൻറ് സിസ്റ്റത്തിനകത്ത് ഇപ്പോൾ ഗവൺമെൻറ് മാറി വരുമെങ്കിലും ഇതിൽ മാറാത്തത് ഈ ഉദ്യോഗസ്ഥരാണ്. മനസ്സിലായോ? ആ ഉദ്യോഗസ്ഥരും അവരുടെ വർക്ക് സ്പേസിലുമാണ് ട്രാൻസ്പെറൻസി കൂടുതലായിട്ട് വേണം. അവിടെ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിലുള്ള പൊളിറ്റിക്സ് ആദ്യം മാറണം. അവരുടെ ഇടയിൽ തന്നെ ഈ പറഞ്ഞ രാഷ്ട്രീയവും പരിപാടികളൊക്കെ ആയിട്ട് മാറി വരുന്ന പാർട്ടികൾക്കനുസരിച്ച് സ്വന്തം താല്പര്യമുള്ള പാർട്ടി വരുമ്പോൾ ചില ആൾക്കാരെ അങ്ങോട്ട് പൊന്തും. മനസ്സിലായി? അങ്ങനത്തെയൊക്കെ പരിപാടികൾ നടക്കുന്നത്. ട്രാൻസ്പെറൻസി സിസ്റ്റത്തിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പാടുള്ള പണിയാണ്.
അതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ വേണ്ടി നിൽക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം തോട്ട് മൈൻഡിൽ കൊണ്ടുവന്നാൽ തന്നെ നല്ല കാര്യം എന്നാണ്. അതിനൊക്കെ ചെകുത്താൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. പക്ഷേ ചെകുത്താൻ ഈ അടുത്ത കാലങ്ങളിൽ കാണിച്ചു കൂട്ടിയ കണ്ടമാനം അട്രോഷ്യസ് ആയിട്ടുള്ള ഗിമിക്കുകൾ ഇയാളുടെ ക്രെഡിബിലിറ്റി കളഞ്ഞു എന്നേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ആരും വിലക്ക് എടുക്കില്ല ചെകുത്താൻ. എപ്പോഴും തെറി വിളിയും ചീത്ത വിളിയും കമൻറ്റ് ബോക്സിനകത്ത് ചുമ്മാ കാര്യമായിട്ട് എടുക്കില്ല. മനസ്സിലായി? ഇനി എത്ര നല്ല കോൺസെപ്റ്റ് പറഞ്ഞാലും ഇയാളെ കാര്യമായിട്ട് എടുക്കില്ല ആരും. ആ ഒരു ക്രെഡിബിലിറ്റി പോയതാണ് വിഷയം. ഇപ്പം ഈ നിൽക്കുന്നത് തന്നെ പലരും സംശയിക്കും, ഇവൻ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചു കളയും. പക്ഷെ ചില മാറ്റങ്ങളൊക്കെ ഇങ്ങനെയാണ് വരിക. ഇപ്പം ഇയാൾ, എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് ഇയാളുടെ സോഷ്യൽ മീഡിയ നോക്കുമ്പോഴും ഇയാളുടെ സംസാരം കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇയാളൊരു പ്രോപ്പർ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ളൊരു മനുഷ്യനാണ്. വേണമെങ്കിൽ ആ പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ആ പാർട്ടിക്ക് വേണ്ടി സ്വതന്ത്രനായിട്ട് നിന്നുകൊണ്ടോ നമുക്ക് പാർട്ടിയിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടികളിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ശ്രമിക്കാം. അല്ലെങ്കിൽ ഒരു പാർട്ടിനെ ഉണ്ടാക്കണം. മനസ്സിലായി? കുറച്ച് ആൾക്കാരെ കൂട്ടി, ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ്, കുറച്ച് ആൾക്കാരെ കൂട്ടാൻ നമ്മൾ ചിന്തിക്കുന്ന വേവ് ലെങ്ത്തിൽ ചിന്തിക്കുന്നവരൊക്കെ കാണുമായിരിക്കും. അങ്ങനെ ഒരു എഫേർട്ട് ഇടണം. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിനക്ക് ഒന്നുകൂടെ സ്വതന്ത്രനായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കൂടെ? ഞാൻ ഇതിന് മുന്നും പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് ടൈം, റൈറ്റ് സിറ്റുവേഷൻ. അതായത് രാഷ്ട്രീയക്കാരനാവുക എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല. നമുക്ക് വേണ്ടിയല്ല നമ്മൾ രാഷ്ട്രീയക്കാരനാവേണ്ടത്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു തോട്ട് അതാണ്. എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ടി ഒന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലിക്കോ എൻ്റെ വീട്ടുകാർക്കോ വേണ്ടിയോ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. അവരങ്ങോട്ട് ഞാൻ ഇതുവരെ ചെയ്തതൊക്കെ വെച്ചിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു നില വരുമ്പോൾ നാടിന് വേണ്ടി ഞാൻ ഉറങ്ങുന്ന സമയം ഒഴിച്ച് ബാക്കിയെല്ലാം എൻ്റെ നാടിന് വേണ്ടിയിട്ട്, നാട്ടുകാർക്ക് വേണ്ടിയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനിൽ എനിക്ക് രാഷ്ട്രീയക്കാരനാവും. സെൽഫ്ലെസ്. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. മനസ്സിലായോ? മറ്റേ ഞാനും സഫർ ചെയ്യും, വീട്ടുകാരും സഫർ ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടിയിട്ട്, പേഴ്സണൽ ലാഭത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയത്തേക്ക് ഇറങ്ങുക. ആ രാഷ്ട്രീയത്തോട് എനിക്ക് പേഴ്സണലി അതല്ല രാഷ്ട്രീയക്കാരൻ എന്നുള്ള ടേംസ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനത്തെ പരിപാടികൾ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ സൈഡാക്കി. അപ്പോൾ ഭാവിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊന്ന് സെറ്റിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി, അതും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഇറങ്ങിപ്പിടിച്ച് മന്ത്രിയാവാനോ അല്ലെങ്കിൽ ഒരു MLA MP ആവാനൊന്നും ആയിരിക്കില്ല കേട്ടോ. ഒരു സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കാനാണ് എനിക്ക് പേഴ്സണലി താല്പര്യം. അതിനകത്ത് സ്ഥാനം, പരിപാടികൾ, അങ്ങനത്തെ പരിപാടിക്കൊന്നുമില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാവുകയാണെന്നുണ്ടെങ്കിലും അതിൽ ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള റോളിലിരിക്കാനേ എനിക്ക് താല്പര്യമുള്ളൂ. അതിന് മുകളിലേക്ക് പോകാൻ അതെന്താ എനിക്ക് പറ്റിയൊരു ഗെയിമല്ല എന്നുള്ളൊരു തോട്ട് എനിക്കുണ്ട്. കുറേ പേര് എനിക്ക് റോബിൻ്റെ റീൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, റോബിൻ അണ്ണനിട്ടടിച്ചു എന്ന് പറഞ്ഞിട്ട്. എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു BJP സപ്പോർട്ടറാണ് ഞാൻ. ചിലപ്പോൾ ഒരു സംഖ്യ ആവാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ മണ്ടനാവാം, പക്ഷെ ഞാനിപ്പോൾ കുണ്ട്ര മണ്ഡലത്തിലെ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് അല്ലേ, ഇവിടെ നിൽക്കുന്നില്ലേ? കാറിയിരുന്ന് പുള്ളിക്കണം പറയും, നമ്മളെ ഇതേപോലെ പ്രൂവ് ചെയ്ത് കാണിക്കും, അത്രേ ഉള്ളൂ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ റോബിനെ പറഞ്ഞു വന്നപ്പോൾ ചിരിയായി. അതിനൊരു കാരണമുണ്ട്. കാരണം ഞാനും റോബിനും പേഴ്സണലി സംസാരിക്കാറുണ്ട്, സംസാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. ഈ സ്ഥാനാർത്ഥിത്വം വരുന്നവരൊക്കെ ഇഷ്ടം പോലെ ദിവസങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്, മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ട്. ഞാൻ റോബിനെ ആക്രമിച്ചിട്ടുണ്ട്. ബിക്കോസ് റോബിനോട് തന്നെ സ്ട്രെയിറ്റ് അവേ പറഞ്ഞൊരു കാര്യമുണ്ട്. റോബിൻ ചൂസ് ചെയ്ത രാഷ്ട്രീയം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട രാഷ്ട്രീയമാണ്. സംഘപരിവാർ, BJP, RSS, ഈ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത് എനിക്കെൻ്റെ 7 അയൽവക്കത്ത് കാണുന്നതോ കേൾക്കുന്നതോ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു രാഷ്ട്രീയത്തിൽ എൻ്റെ പേഴ്സണൽ ഫ്രണ്ടാണെങ്കിൽ പോലും, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും അടുത്തറിയുന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും പോയി കഴിയുമ്പോൾ ഞാൻ ആസ് എ പേഴ്സൺ ഞാൻ അതിനെ എതിർക്കും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ റോബിനെ പല സാഹചര്യങ്ങളിലും ഞാൻ ട്രോൾ ചെയ്തിട്ടുണ്ട്, മണ്ടൻ വിളിച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് പേഴ്സണലി ആ രാഷ്ട്രീയം ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. അല്ലാതെ പേഴ്സണൽ ലൈഫിൽ റോബിൻ എന്ന് പറഞ്ഞ വ്യക്തിയോട് എനിക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ പ്രൂവ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ റോബിൻ ആദ്യം മനസ്സിലാക്കേണ്ടത് BJP പാർട്ടിയിലൊരു മെമ്പർഷിപ്പ് ചോദിച്ച് മേടിച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു സീറ്റിൽ BJP കൊണ്ടുപോയിട്ട് ഒരു ജയസാധ്യതയില്ലാത്തൊരു സ്ഥലത്ത്, തോൽക്കുന്നു ഉറപ്പുള്ളൊരു സ്ഥലത്ത് പൊട്ടനാക്കാൻ വേണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് അവിടെ നിന്നുകൊണ്ട് ഞാൻ പ്രൂവ് ചെയ്തു എന്നൊക്കെ പറയുന്നത് ദാറ്റ്സ് ബ്ലണ്ടർ. മനസ്സിലായില്ലേ? കാറിനകത്ത് ഇരുന്നിട്ടാണെങ്കിലും പുറത്തിറങ്ങിയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മളൊക്കെ ഒരു കാര്യം പ്രൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് യെസ് ഐ പ്രൂവ്ഡ് ഇറ്റ് അങ്ങനെ പറയാം.
അതും പ്രത്യേകിച്ച് BJP പാർട്ടിയിൽ ഒരു മെമ്പർഷിപ്പ് കിട്ടുന്നതൊന്നും എൻ്റെ ലൈഫിലൊന്നും പ്രൂവ് ചെയ്തതായിട്ട് ഞാൻ കൺസിഡർ പോലും ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ ഒരു പാർട്ടി മെമ്പർഷിപ്പ് കിട്ടുന്നതോ എടുക്കുന്നതൊക്കെ അതൊന്നും ഒരു പ്രൂവ് ചെയ്യലൊന്നുമല്ല. അതും എസ്പെഷ്യലി ഞാൻ ഈ പറഞ്ഞല്ലോ സംഘപരിവാറോ BJP യോ RSS അതിൻ്റെയൊക്കെ രാഷ്ട്രീയം കൊണ്ടൊന്നും പ്രൂവ് ചെയ്യാനില്ല. വർഗീയതര രാഷ്ട്രീയം എന്നല്ലാതെ അതിലൊന്നും പ്രൂവ് ചെയ്യാനൊന്നുമില്ല. അത് റോബിൻ ഈ ഒരു പെർട്ടിക്കുലർ റീലിൻ്റെ തന്നെ കമൻറ്റ് ബോക്സിലൊന്ന് പോയി നോക്കിയാൽ മതി, അതിന് തന്നെ മനസ്സിലാവും എന്താണ് പ്രൂവ് ചെയ്തതെന്നുള്ളത്. സോ ഒന്നുമില്ല, അങ്ങോട്ട് ഞാൻ നന്നായി ചൊറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടും ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഇത് വെച്ചിട്ട് റോബിൻ ഇത്രയേ പറഞ്ഞുള്ളൂ എന്നുള്ളത് എന്തോ അത്രേ പറഞ്ഞിട്ടുള്ളൂ. മേ ബി പറയുമില്ല എന്ന് നമുക്കറിയാൻ പാടില്ല. പറയാൻ ഐ ഡോണ്ട് കെയർ, കാരണം അങ്ങോട്ട് നമ്മൾ പറയുമ്പോൾ തിരിച്ചിങ്ങോട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണെങ്കിലും ജയിക്കാൻ നോക്ക്, അല്ലെങ്കിൽ 10 വോട്ട് പിടിക്കാൻ നോക്ക്, അതിനപ്പുറം റോബിനോടൊന്നും പറയാനില്ല. ഇനി ഇതിനിടയിൽ അഖിൽമാരാറിലേക്ക് വരാം, അത് കുറച്ചധികം പറയാനുണ്ട്. ഞാൻ വേറൊരു വീഡിയോ കണ്ട് ചിരിച്ചൊരു വഴിയായി ഞാൻ. ഒരു കാലത്ത് മഞ്ചേശ്വരത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും ആയിരക്കണക്കിന് വരുന്ന കുടുംബങ്ങളിലും ഒരു പ്രധാനപ്പെട്ട ഉപജീവന മാർഗമായിരുന്നു ബീഡി വിത്തരത്തിട്ട്. ഇന്നിപ്പോൾ ബീഡി വ്യവസായം പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ്. അതിന് ഒരു തരത്തിലുള്ള പ്രോത്സാഹനവും അത്തരം ആളുകൾക്ക് നൽകാൻ മാറി മാറി വരുന്ന കേരളത്തിലെ സർക്കാരുകൾ തയ്യാറായിട്ടുണ്ട്. കേരള ദിനേശ് ബീഡിയുടെ വരവോടുകൂടി മാംഗ്ലൂരിൽ നിന്ന് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പല ബീഡി കമ്പനികളെയും തകർക്കാൻ അത് കാരണമായി. അതുവഴി നഷ്ടമായത് ആയിരങ്ങളുടെ ഉപജീവനമാർഗമാണ്. കെ സുരേന്ദ്ര, ആയിരങ്ങളുടെ ഉപജീവന മാർഗം തകർന്നു എന്ന് പറയുമ്പോൾ ഈ ബീഡി വലിച്ച് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം തകർന്നിട്ടില്ലേ? പിന്നെ കാലം മാറുമ്പോൾ ഓരോ ബിസിനസ്സിൻ്റെയും ഓരോ കൊമോഡിറ്റീസിൻ്റെയും മാറ്റങ്ങൾ സംഭവിക്കണ്ടേ? ബിസിനസ്സിൽ മാറ്റം സംഭവിക്കണം, ആളുകൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ മാറ്റം സംഭവിക്കും. മനസ്സിലായോ? ഇത് കോണകം ഇട്ട് നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു മനുഷ്യന്. ഓക്കെ, പിന്നെ അത് അണ്ടർവെയറിലേക്ക് മാറി. അത് വിചാരിച്ചിട്ട് കോണകം ഉണ്ടാക്കുന്ന ആ വ്യവസായം ചെയ്തിരുന്ന ആളുകൾ അവരെപ്പോഴും സംരക്ഷിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം. ഇപ്പം ഉപയോഗിക്കാൻ ആളുകളില്ല കോണകം, പിന്നെ അവരെ സംരക്ഷിച്ചിട്ട് എന്ത് കാര്യം? അവർക്ക് മാറ്റാൻ വേണ്ടിയിട്ട് താങ്കൾ എഡ്യൂക്കേറ്റ് ചെയ്യും. ബീഡി തെറുപ്പുകാരാണെന്നുണ്ടെങ്കിൽ അവർ അന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് വേറെ തൊഴിലില്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അവരുടെ കുടുംബ തൊഴിലതായതുകൊണ്ടോ, അല്ലെങ്കിൽ അവർക്ക് പഠിപ്പോ വിദ്യാഭ്യാസമോ കിട്ടാത്തൊരവസ്ഥ ഉള്ളത് കൊണ്ടോ അവരങ്ങനെ ആ ഒരു തൊഴിലിലേക്ക് പോയ ആൾക്കാരായിരിക്കാം. കാലം മാറുന്നതിനനുസരിച്ച് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്ത് അവരിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന് അവരെ വേറെ വഴിക്കാക്കണം. അതിനാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മുന്നിട്ടിറങ്ങേണ്ടത്. മനസ്സിലായോ? ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഏതൊരു കലാരൂപമാണെന്ന് തോന്നുന്നു. ഈ സംരക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ കലാരൂപങ്ങളാണല്ലോ സംരക്ഷിക്കേണ്ടത്. കാരണം കഥകളി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ഉള്ള എന്തെങ്കിലും ഒരു കലാരൂപം എക്സ്റ്റിങ്ക്റ്റ് ആവുന്നതിൻ്റെ വക്കിലാണ്. ആ കലാകാരന്മാരുടെ എണ്ണം കുറയുകയാണെന്നുണ്ടെങ്കിൽ പുതിയ കുറച്ച് ആൾക്കാരെയൊക്കെ പഠിപ്പിച്ച് അത് എൻകറേജ് ചെയ്യാം. ഇത് മനുഷ്യനെ ഇല്ലാതാക്കുന്ന സിഗരറ്റും ബീഡിയും കള്ളൊക്കെയാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യാൻ നടക്കുന്നത്. തോന്നടേ ഇത് കാണുന്ന മനുഷ്യന് ചിരിയായി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, കോണകവും ചെണ്ടിയും തമ്മിലുള്ള വ്യത്യാസമെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനത്തെ സാധനത്തിലൊക്കെ ഇറങ്ങി തിരിച്ചിട്ട് വോട്ട് ചോദിക്കാനും പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാനും എന്നുള്ളത്. എന്താണെങ്കിലും ഉള്ളിജി മനസ്സിലാക്കുക. ഇനി വേറൊരാൾ, പിണറായി വിജയനും ഞാനും തമ്മിൽ ഈ ഇതില്ല ലിഫ്റ്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കല്ല് നടന്നിട്ടുണ്ട്. ഞാനിങ്ങനെ അല്ല, ഈ സിംഹം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇത് ഈ ഒരു കാലഘട്ടം, ഇവരുടെ കോളേജ് കാലഘട്ടം, പിണറായി വിജയൻ്റെ സിംഹത്തിൻ്റെയൊക്കെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഒരു 60 കൊല്ലം 55-60 കൊല്ലം ബാക്കിലായിരിക്കും. അന്ന് ലിഫ്റ്റുള്ള കോളേജ് ഏതാ? അതാണ് ഇപ്പം ഞാൻ ആലോചിച്ച് നോക്കുന്നത്. കേരളത്തിൽ അന്ന് ലിഫ്റ്റുള്ള കോളേജ് ഉണ്ട്, ഇനി അറിയാൻ പാടില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. അത് ഇനി പുട്ട് കഴിച്ചുകൊണ്ട് തള്ളിയതാണോ മൂപ്പരെന്ന് അറിയാൻ പാടില്ല. ചിലപ്പോൾ അങ്ങനെയായിരിക്കും, പുട്ട് കഴിക്കുമ്പോൾ തള്ളാനുള്ളൊരു വ്യഗ്രത കൂടുമല്ലോ, ചിലപ്പോൾ അതുകൊണ്ട് തള്ളിയതായിരിക്കും പാവം. പോട്ടെ, ഇനി മാരാർജിയിലേക്ക് പോവാം. മാരാർജിയെ പിടിക്കാൻ എനിക്ക് പേഴ്സണലി ഒരു താല്പര്യമില്ല, കാരണം ഒരു വഴിക്ക് പോട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നതാണ്. കാരണം ഇത് എത്ര വെച്ചിട്ടാണ് പിടിക്കുക? ഇങ്ങനെ റീല് ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇത് പഴയത് കുത്തിപ്പൊങ്ങി ഇന്ന് എങ്ങനെയും ഉണ്ടാതിരിക്കുമോ? അതില്ല. ഈ ഒരൊറ്റ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് ഇത്രയും കൂടുതൽ പേഴ്സണൽ ഇമേജിന് ഡാമേജ് പറ്റുന്ന വേറൊരാൾ ഈ ഇലക്ഷൻ മത്സരിച്ചിട്ടുണ്ടാവില്ല. ആ രീതിയിലുള്ള പേഴ്സണൽ ഡാമേജ് ഇയാളുടെ പേഴ്സണൽ ഇമേജിന്
പറ്റും. ഉറപ്പാണ് ആ കാര്യം. അതങ്ങനെ മനസ്സിലാക്കി കുറച്ചും കൂടി സോർട്ടഡായിട്ട് സെറ്റിലായിട്ട് മുന്നോട്ട് പോയാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ് എന്ന് ഇങ്ങനോട് പറയാനുള്ളൂ. പഴയ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ കുത്തിപ്പൊങ്ങി ഒന്നുണ്ട്. ഒന്ന് ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ വയ്ക്കാം. അടുത്ത സർക്കാർ ഐക്യജനാധിപത്യ മുന്നണിയുടെ ആയി മാറുന്ന നിമിഷം ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഒരു അതിഥിയായി പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. അർഹത ഉള്ള കഴിവുള്ള പാർട്ടി പ്രവർത്തകരെ പരിഗണിച്ച് ജനങ്ങൾക്ക് വേണ്ടി, നാടിനു വേണ്ടി, മതേതര മൂല്യങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് കേരളത്തിൽ ഉണ്ടാവണം. എല്ലാവിധ ആശംസകളും എന്ന് പറഞ്ഞിട്ട് രമേശ് ചെന്നിത്തലയുടെ കൂടെ 2025 ജൂലൈ 8 ഒരു പോസ്റ്റ്. ഇപ്പം എവിടെ പോയി മാരാരെ എന്നുള്ളൊരു ചോദ്യമായിട്ടൊക്കെ ആൾക്കാർ ചാടിക്കേറി വരുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല, വേറൊരു വീഡിയോ കൂടി ഉണ്ട്. നീയും പാടി 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 എന്നെ സംഖ്യയാക്കിയേ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിലും എനിക്ക് സംഖ്യയാവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എനിക്ക് എപ്പോഴെങ്കിലും മത്സരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോയി സ്വതന്ത്രമായിട്ട് മത്സരിച്ചോളാം. ഞാൻ പണ്ടും ഒരു തവണ സ്വന്തമായിട്ട് മത്സരിച്ചു, ജയിക്കും തോക്കും എന്നുള്ളതൊന്നുമല്ല. എനിക്ക് പറയാനുള്ളത് പറയാൻ ഞാൻ മാത്രം മതി. ആദ്യം നമുക്കൊരു നിലപാട് വേണം. ഇന്ന പാർട്ടിയിലാണെന്ന് നട്ടല് വിളയ്ക്കാതെ പറയാൻ കഴിയണം. നട്ടല് വിളയ്ക്കാതെ അഭിമാനബോധത്തോടുകൂടി പറയുന്നു, ഞാൻ ഒരു പാർട്ടിയിലുമില്ല. ഷടാ, ഇയാളിതൊക്കെ പറഞ്ഞു വെച്ചത് ഇയാൾ മറന്നുപോയതാണോ? ഇനി അറിയാൻ പാടില്ലടേ ഈ മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. ഒറ്റയ്ക്ക് നിന്നാൽ മതിയായിരുന്നു സത്യം. അല്ലെങ്കിൽ ആ കോൺഗ്രസ്സിൽ സീറ്റ് കിട്ടില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല, അടുത്ത വട്ടം കിട്ടാൻ ഞാൻ തൽക്കാലം അവിടെ നിൽക്കുന്നുണ്ട്, ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് നിന്നാലും ഇത്രത്തോളം ഒരു പേഴ്സണൽ ക്രെഡിബിലിറ്റി ഡാമേജ് ആവില്ലായിരുന്നു. ഇതൊരു മാതിരി ഇപ്പം എന്ത് പറയാൻ. ഇങ്ങനെ 2020 പോയി ചേർന്നത്, NDA സീറ്റാണ് കിട്ടിയത്. പക്ഷെ ഇങ്ങനെ ജാഥയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പാക്ക BJP സ്ഥാനാർത്ഥി. ഇത് BJP മെമ്പർഷിപ്പുള്ള ഒരാൾ പോയി ഇലക്ഷൻ നിൽക്കുന്ന പോലത്തെ പരിപാടികൾ കാണിച്ചു കൂട്ടലുകളുമാണ്. ഇയാളിത് മറന്നുപോയോ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇങ്ങനെ പഴയ ഇങ്ങനെ എല്ലാ വീഡിയോസും ഒന്ന് എടുത്ത് നോക്കിയിട്ടോ അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് മുക്കിയിട്ടോ ഈ പരിപാടിക്ക് നിന്നൂടായിരുന്നു. ദിവസം ചെല്ലുന്തോറും ഇയാളുടെ റീല് കണ്ട് ചിരിക്കാൻ തന്നെ മനുഷ്യന് സമയമുള്ളൂ. ഇപ്പോൾ ഉമ്മ ചേച്ചി വ്യക്തിപരമായിട്ട് ഒരു ചേച്ചിയാണ്, നല്ലൊരു അമ്മയാണ്. അപ്പം ഈ നാടിന് വേണ്ടത് ഉമ്മ ചേച്ചിയെ പോലെ ഒരു നല്ല അമ്മയോ നല്ല ചേച്ചിയോ ആണോ എന്നെനിക്കറിയില്ല. കുറച്ചും കൂടെ ഒരു ഇന്നത്തെ പൊളിറ്റിക്സ് കുറച്ചുകൂടെ അഗ്രസീവായി മാറി. അപ്പം ഇവിടെ ഇടതുപക്ഷത്തിനെതിരെ സ്ട്രോങ് ആയിട്ട് നിന്നെങ്കിൽ മാത്രമേ ഈ നാടിന് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റൂ. LDFനെതിരെ നിന്നാൽ മാത്രമേ ഇവിടെ നാടിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്നു. അങ്ങനെയാണ്. അത് പുതിയൊരു അറിവാണ്. ആൻഡ് അഗ്രസീവ് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരമ്മയും ചേച്ചിയും അഗ്രസീവ് ആവുന്ന അത്ര അതിൻ്റെ ഒരു കപ്പാസിറ്റി എന്താണെന്നുള്ളത് അഖിലിന് ഇപ്പോഴും അറിയില്ല. അതെന്താ സ്ത്രീകളെ അഖിൽ പറ്റ വില കുറച്ച് കണ്ടോ ഒരമ്മയെ, ഒരു പെങ്ങളെ? അങ്ങനെയാണോ? എടീ, ചില സമയത്ത് ഒരു അമ്മയും ഒരു പെങ്ങളും തന്നെ വേണ്ടി വരും. ഒരു നാടിന് ഒരു അമ്മേനും ഒരു പെങ്ങളെ ആവശ്യമാണ്. ആ ഒരു അപ്രോച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അതൊക്കെ എന്താ പറയുക, ഒരു ഓപ്പോണൻറ്റിനെ വില കുറച്ച് കാണുന്ന പോലത്തെ ഒരു സംസാരം പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അവിടെയും അഖിൽ പറഞ്ഞ് പണ്ട് വെച്ച കാര്യങ്ങളായിട്ട് ആളുകൾ ഇക്വേറ്റ് ചെയ്യണം ഇതൊക്കെ. എതിരാളിയുടെ കരുത്ത് നിങ്ങൾ മനസ്സിലാക്കൂ. എതിരാളിയുടെ കരുത്ത് തിരിച്ചറിഞ്ഞിട്ട് അയാളെ അഭിനന്ദിച്ചുകൊണ്ട് മത്സരിച്ച് ജയിക്കുക. എന്തിനാണ് ആക്ഷേപിക്കുന്നത്? ഇപ്പം ഞാൻ രോഹിത് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാൻ രോഹിത്തിനെ എന്തിനു ആക്ഷേപിക്കണം? ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ പേഴ്സണലി ഒരിക്കലും അത് ചെയ്യില്ല. ഞാൻ നിന്നെ അംഗീകരിച്ചുകൊണ്ട്, നിൻ്റെ കഴിവിനെ അംഗീകരിച്ചുകൊണ്ട്, നിന്നേക്കാളും മികച്ച രീതിയിൽ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ജനത്തിനോട് പറയുകയും എനിക്ക് ചെയ്യാൻ പറ്റാത്ത അതിനെക്കാട്ടും കൂടുതൽ കാര്യങ്ങൾ രോഹിത്തിനാണ് ചെയ്യാൻ പറ്റുന്ന രോഹിത്ത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ജനം തീരുമാനിക്കും നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യമായ തമ്മിലടി? പൊളിറ്റിക്സിൽ എന്തിനാണ് തമ്മിലടി? പരസ്പരം അംഗീകരിച്ച് നമുക്ക് മത്സരിക്കാമല്ലോ. അത് ശരി. ഇത് പറഞ്ഞ അഖിലാണ് കഴിഞ്ഞ ദിവസം പിഷാരടി ഇപ്പോൾ എന്തുവാടേ ഇത്? ഇതാണ് ഇങ്ങേരെ പ്രശ്നം. ഇതിനിടയിൽ ഇങ്ങേര് പോയിട്ട് ഉല്ലാസ് പന്തളത്തിന് 10,000 രൂപ അയച്ചു കൊടുത്തതിൻ്റെ സാഹചര്യമൊക്കെ വിവരിച്ച് അങ്ങനൊരു എഴുത്ത് രണ്ടാമതും എഴുതിയിട്ടുണ്ട്. ഈ മണ്ഡലത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അഖിൽ വന്ന എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ള കാര്യങ്ങളൊക്കെ ആളുകളെ ബോധിപ്പിച്ച് അഖിൽ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അഖിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഐഡിയോളജി, രാഷ്ട്രീയപരമായിട്ടുള്ള ഐഡിയോളജി, ആ പാർട്ടി, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകണം. ഇപ്പം അഖിൽ തന്നെ പറഞ്ഞ പോലെ ഒപ്പോണൻ്റായിട്ട് നിൽക്കുന്ന എതിർചേരിയിലുള്ള ആൾക്കാരെ അവരുടെ അടുത്ത് പോട്ടാപ്പോട്ടി അടിക്കാതെ അവനാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രം ആളുകളിലേക്ക് എത്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് ഒന്നുകൂടി കണക്റ്റ് ആവും. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഖിലാണെങ്കിലും റോബിനാണെന്നുണ്ടെങ്കിലും ഞാൻ ഇത് എനിക്ക് മാത്രം തോന്നിയതാണോ നിങ്ങൾക്കും കൂടി ഇതിങ്ങനെ തോന്നിയോ എന്നുള്ളത് നിങ്ങൾ പറയണം. ഞാൻ നോക്കുമ്പോൾ BJPയുടെ ഒരു മുഖം, NDAയുടെ ഒരു ഫേസ് എന്ന് പറയുന്നത്
ഇപ്പോൾ ഇവരൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ 2020 നിർത്തിയ സ്ഥാനാർത്ഥികൾ. എവിടെ നോക്കിയാലും ഇവരാണ്. വേറെ ശോഭാ സുരേന്ദ്രനൊന്നും കാണാനില്ല. പാലക്കാട് അങ്ങനെ ഒരാളുണ്ടോയെന്ന് തന്നെ, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോയെന്ന് തന്നെ സോഷ്യൽ മീഡിയയ്ക്ക് അറിയില്ല. ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയില്ല, റിയൽ വേൾഡ് വിൽ ബി ഡിഫറെൻറ്റ്, ബട്ട് അറ്റ്ലീസ്റ്റ് ഫോർ ദ സോഷ്യൽ മീഡിയ ഐ തിങ്ക് രാജീവ് ചന്ദ്രശേഖർ ഇല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ, ഈ BJPൻ്റെ എ ക്ലാസ് മണ്ഡലങ്ങളിലെ എ ക്ലാസ് ലീഡേഴ്സ്, NDAയുടെ എ ക്ലാസ് സ്ഥാനാർത്ഥികൾ എവിടെ ആരൊക്കെ നിൽക്കണേന്ന് പോലും ഒരു പിടുത്തവുമില്ല. മനസ്സിലായില്ലേ? ഇത് ഈ ടോട്ടൽ ഇതിൻ്റെ മുഖമായി മാറിയിരിക്കുന്ന അഖിൽമാരാരും റോബിനും ഇവർ നിർത്തിയ 2020 സെലിബ്രിറ്റീസാണ്. അത് ഭയങ്കര അടിയാവും അവർക്ക്. സോഷ്യൽ മീഡിയനെ ഒട്ടും ചെറുതായി കാണേണ്ട, ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും എ ക്ലാസ് മണ്ഡലത്തിലെ എ ക്ലാസ് ലീഡർമാർ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇവർക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് BJPനെ റെപ്രസെൻ്റ് ചെയ്യുന്നതും NDAനെ റെപ്രസെൻ്റ് ചെയ്യുന്നതും ഈ റീൽസ് അല്ലെങ്കിൽ ഈ സിനിമ അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റികളാണ് എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങുമ്പോൾ അതൊരു കറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. അതെന്തായാലും BJPക്ക് ബാക്ക് ഫയർ ചെയ്യും.